ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ആ ഹോംവർക്ക് ഒന്ന് നോക്കാം. ഹോംവർക്ക് ഇതായിരുന്നു: ഫോർ ഓൾ റെക്ടാങ്കിൾസ് ഓഫ് ഡയമെൻഷൻസ് ഗിവൺ ബിലോ സ്റ്റേറ്റ് ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ദ ലെങ്ത് യൂസിങ് ദ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ്. താഴെ തന്നിരിക്കുന്നത് ചില റെക്ടാങ്കിൾസിൻ്റെ ലെങ്തിൻ്റെയും വിഡ്ത്തിൻ്റെയും മെഷർമെൻറ്റ്സ് ആണ്. അത് വെച്ചുകൊണ്ട് ആ റെക്ടാങ്കിളിൻ്റെ ലെങ്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ് യൂസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസാണ് തന്നിരുന്നത്. ഫസ്റ്റ് കേസ് വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ലെങ്ത് 10 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ലെങ്ത് 10 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ വിഡ്ത്ത് ഇസ് ടു ലെങ്ത് റേഷ്യോ കണ്ടെത്തുക. നമ്മൾ എന്ത് ചെയ്യുക? അതിനായിട്ട് ആദ്യമേ 8:10 എന്ന് എഴുതുക. അതിനെ കോമൺ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പം എന്ത് ചെയ്യാം? രണ്ട് നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4:5. ഒന്നാമത്തെ ആൻസർ 4:5. സെക്കൻഡ് വൺ വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ലെങ്ത് 12 സെൻറ്റിമീറ്റർ. ഇവിടെ എന്ത് ചെയ്യാം? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 8:12 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളിതിനെ എന്ത് ചെയ്യാം? രണ്ട് നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2:3. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ആൻസർ വിഡ്ത്തും ലെങ്ത് നമ്മുടെ റേഷ്യോ 2:3 ആണ്. മൂന്നാമത്തേത് 20 സെൻറ്റിമീറ്റർ ആൻഡ് 1 മീറ്റർ. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ, ലെങ്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. നോക്കുക, ഇവിടെ ഒരെണ്ണം സെൻറ്റിമീറ്ററും ഒരെണ്ണം മീറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റേഷ്യോ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ രണ്ടിനെയും ഒരേ ക്വാണ്ടിറ്റിയിലാക്കുക, രണ്ടും ഒരേ യൂണിറ്റിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ലെങ്തിനെയും കൂടെ സെൻറ്റിമീറ്ററോട് മാറ്റും. അതെന്തായിട്ട് മാറും? 100 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ റേഷ്യോ എഴുതുക. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 20:100. ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് നമ്പറിനെയും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? രണ്ട് നമ്പറിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2:10 കിട്ടും. രണ്ട് നമ്പർ നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1:5 എന്നുള്ള റേഷ്യോ കിട്ടും. അതായത് വിഡ്ത്ത് 20 സെൻറ്റിമീറ്ററും ലെങ്ത് 100 സെൻറ്റിമീറ്ററും ആണെങ്കിൽ വിഡ്ത്ത് ലെങ്ത് നമ്മുടെ റേഷ്യോ 1:5 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. വിഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, ലെങ്ത് 1 മീറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 1 മീറ്ററിനെ 100 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 40:100 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് രണ്ടിനെ നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2:5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് 40 സെൻറ്റിമീറ്ററും ലെങ്ത് 1 മീറ്ററും ആണെങ്കിൽ വിഡ്ത്ത് ലെങ്ത് എന്നുള്ള റേഷ്യോ എന്താണ്? 2:5. ദെൻ ലാസ്റ്റ് വൺ, വിഡ്ത്ത് 1.5 സെൻറ്റിമീറ്റർ, ലെങ്ത് 2 സെൻറ്റിമീറ്റർ. നോക്കുക, ഇവിടെ എന്ത് ചെയ്യാം? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1.5:2 വരും. നോക്കുക, ഒരു റേഷ്യോ ഇല്ലാത്ത സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ 1.5 എന്നുള്ള ഡെസിമൽ നമ്പർ മാറാണ്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡബിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3:4. അതായത് 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഈ 2നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ. അതായത് ഒരു റേഷ്യോയിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ക്വാണ്ടിറ്റി കൊണ്ട് തന്നെ രണ്ടാമത്തെ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1.5:2 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റേ ക്വാണ്ടിറ്റീനെയും അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്തായിട്ട് മാറും റേഷ്യോ? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 3:4. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോംവർക്കിൻ്റെ ആൻസേഴ്സ്. നെക്സ്റ്റ് വൺ നോക്കുക. ഇൻ ദ ടേബിൾ ബിലോ 2 ഓഫ് ദ width, length and their ratio of some rectangles are given. Calculate the third and fill up the table. നമുക്ക് താഴത്തെ ടേബിളിൽ വിഡ്ത്ത് ലെങ്ത് റേഷ്യോ തന്നിട്ടുള്ള ടേബിളാണ്. അതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഓരോ കേസസിലും ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ടുണ്ട്. നിങ്ങൾ മൂന്നാമത്തേത് ഫില്ലപ്പ് ചെയ്യുക. നോക്കുക, ഫസ്റ്റിലത്തെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ, ലെങ്ത് 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് റേഷ്യോ എന്തായിരിക്കും? രണ്ട് നമ്പറും നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും റേഷ്യോ? 3:4 ആവും. ഈ രണ്ടാമത്തെ കാര്യം നോക്കുക. വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ, ലെങ്ത് തന്നിട്ടില്ല, പക്ഷെ റേഷ്യോ തന്നിട്ടുണ്ട്. എന്താണ്? വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ആണ്. ഇവിടെ വിഡ്ത്ത് എന്താണ്? 3 എന്ന് തന്നിട്ടുണ്ട്. വിഡ്ത്ത് 3 ആണെന്ന് നമുക്കറിയാം, ലെങ്ത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ റേഷ്യോ 3:4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്താവണം?
വിട്ട് ഇവിടെ എന്താണ് ഒരു മാറ്റം സംഭവിച്ചില്ല, 3 തന്നെ നിൽക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യാം, ലെങ്ത് എന്ത് തന്നെയായിരിക്കണം, ഇതേ നമ്പർ തന്നെയാണെങ്കിൽ ലെങ്ത് എന്ത് തന്നെയായിരിക്കും, 4 തന്നെയായിരിക്കും. അപ്പൊ ലെങ്ത് 4 ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിട്ട് 1 സെന്റിമീറ്റർ, ലെങ്ത് തന്നിട്ടില്ല, പക്ഷെ റേഷ്യോ എന്താണ് 3:4 എന്ന് തന്നിട്ടുണ്ട്. നോക്കുക, വിട്ട് 1 സെന്റിമീറ്റർ, പക്ഷെ റേഷ്യോ എന്തായിരുന്നു 3:4 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, വിട്ട് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത് എത്ര വരും, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണേ, 1 ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ 4നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ലെങ്ത് കിട്ടുന്നത്. അതായത് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ 4നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ലെങ്ത് എന്ത് വരും, ലെങ്ത് 4/3 വരും. നോക്കുക, അപ്പൊ വിട്ട് 1 സെന്റിമീറ്ററും ലെങ്ത് 4/3 ആണെങ്കിൽ വിത്ത് ഈസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, 1:4/3. നോക്കുക, രണ്ടാമത്തെ നമ്പറിലുള്ള ഫ്രാക്ഷൻ ഉണ്ട് 3 പോകാനുണ്ട്, എന്ത് ചെയ്യാം, 2 നമ്പറിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3:4 എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് വിത്ത് ഈസ്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 3:4 ആണെങ്കിൽ വിത്ത് എന്തായിരുന്നു, വിത്ത് 1 സെന്റിമീറ്റർ ആണ് ആക്ച്വലി എങ്കിൽ നോക്കുക, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റിനെ എന്ത് ചെയ്യണം, അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ലെങ്ത് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് കിട്ടി, ലെങ്ത് ഈസ് ഈക്വൽ ടു 4/3. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കുക, വിട്ട് തന്നിട്ടില്ല, പക്ഷെ ലെങ്ത് 1 ആണ് തന്നിട്ടുണ്ട്. നോക്കുക, അവിടെയും റേഷ്യോ എന്ത് തന്നെയായിരുന്നു, 3:4 ആയിരുന്നു. വിട്ട് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 3:4. അവിടെ ലെങ്ത് 1 തന്നിട്ടുണ്ട്. നോക്കുക, ലെങ്ത് 1 ആണെങ്കിൽ ഈ ലെങ്തിന്റെ 4 ടൈംസ് ആണ് ഇവിടുത്തെ റേഷ്യോ വന്നേക്കുന്നത്. അപ്പോൾ 1ന്റെ 4 ടൈംസ് അല്ലേ 4. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ വരുന്ന നമ്പറിനെയും 4 ടൈംസ് ആയിരിക്കും റേഷ്യോ വരുന്നത്. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി, 3നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു 3/4. അതായത് ആക്ച്വലി ഇങ്ങനെ ആലോചിച്ചാൽ മതി, ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ലെങ്തിന്റെ പ്ലേസിൽ ഇവിടുത്തെ റേഷ്യോ എന്താണ്, ലെങ്ത് 4 ആണ്. അപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1 കിട്ടണേ. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ആയി 3നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതായിരിക്കും വിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിട്ട് 6 സെന്റിമീറ്റർ, ലെങ്ത് 15 സെന്റിമീറ്റർ. നോക്കുക, അവിടെ എന്ത് ചെയ്യാം, നമുക്ക് 6നെയും 15നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റേഷ്യോ 2:5 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് ആയിട്ട് അറിയാം, വിട്ട് 2 സെന്റിമീറ്റർ, ലെങ്ത് തന്നിട്ടില്ല, പക്ഷേ റേഷ്യോ 2:5 ആണ്. അവിടെ എന്ത് തന്നെ വരും, ലെങ്ത് ഓൾറെഡി 5 തന്നെ വരും. നെക്സ്റ്റ് വൺ, ഇതേ ചെയ്ത പോലെ തന്നെയാണ്, വിട്ട് 1 സെന്റിമീറ്റർ, പക്ഷെ ലെങ്ത് തന്നിട്ടില്ല, പക്ഷെ റേഷ്യോ 2:5 ആണ്. വിട്ട് ഈസ് ടു ലെങ്ത് റേഷ്യോ 2:5, പക്ഷെ വിട്ട് 1 സെന്റിമീറ്റർ ആണ്. നോക്കുക, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 1 കിട്ടണേ. അങ്ങനെയെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് തന്നെയായിരിക്കും 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിട്ട് ഈസ് ടു ലെങ്ത് റേഷ്യോ 2:5 തന്നെയാണ്, പക്ഷെ ലെങ്ത് 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിട്ട് എന്തായിരിക്കും, ലെങ്ത് 1 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിട്ട് എന്തായിരിക്കും, നോക്കുക, ഈ ലെങ്തിന്റെ വേണ്ടിയുള്ള 5 ആണ്. 5നെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നത് 5 കൊണ്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായിരിക്കും എന്ത്, വിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കേസിൽ വിട്ട് 2.2/5, അതിൽ തൊട്ട് മുമ്പത്തെ കേസിൽ ലെങ്ത് 5/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ദാറ്റ് ദ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് റെക്ടാംഗിൾ ഈസ് 1:1? വാട്ട് സോർട്ട് ഓഫ് റെക്ടാംഗിൾ ഈസ് ദാറ്റ്? അതായത് ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ ആ റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താണ്, അല്ലെ അങ്ങനെയുള്ള റെക്ടാംഗിൾ ആണത്. ഓക്കെ, നോക്കുക, ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്ത് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ, അതായത് നമ്മളൊരു എക്സാമ്പിൾ നോക്കുക, ലെങ്ത് 2 സെന്റിമീറ്ററും വിഡ്ത്ത് 2 സെന്റിമീറ്റർ റെക്ടാംഗിൾ എങ്ങനെയായിരിക്കും, അതൊരു സ്ക്വയർ ആയിരിക്കും, ശരിയല്ലേ? ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്ത് ലെങ്ത് തമ്മിൽ റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ ആ റെക്ടാംഗിളിന്റെ വിഡ്ത്തും ലെങ്തും സെയിം ആണ് എന്നാണ് മീനിങ്. മനസ്സിലായോ? ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്ത് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് 1 സെന്റിമീറ്റർ, ലെങ്ത് 1 സെന്റിമീറ്റർ ആയിരിക്കും. അതിൽ വിഡ്ത്ത് 1 എടുത്താൽ ലെങ്ത് 1 ആയിരിക്കും, വിഡ്ത്ത് 2 എടുത്താൽ ലെങ്ത് 2 ആയിരിക്കും, വിഡ്ത്ത് 3 എടുത്താൽ ലെങ്ത് 3 ആയിരിക്കും, വിഡ്ത്തിന്റെ 4 സെന്റിമീറ്റർ ആണെന്ന് എടുത്താൽ ലെങ്ത് എന്ത് തന്നെയായിരിക്കും, 4 സെന്റിമീറ്റർ. അതായത് രണ്ട് റെക്ടാംഗിൾ അല്ല, ആ റെക്ടാംഗിളിന്റെ ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ ആ റെക്ടാംഗിളിന്റെ വിഡ്ത്തും ലെങ്തും സെയിം ആണ് എന്നാണ്, അല്ലെ? അതിന്റെ രണ്ടിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് സെയിം അളവുകളാണ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് പറയാ, അങ്ങനെയുള്ള റെക്ടാംഗിൾ ആണ് നമ്മൾ സാധാരണ പറയുന്ന പേര് എന്ത്, സ്ക്വയർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ
ലെങ്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കിൾ എന്ത് തരം റെക്റ്റാങ്കിൾ ആയിരിക്കും? അതൊരു സ്ക്വയർ ആയിരിക്കും. ആ റെക്റ്റാങ്കിളിന്റെ രണ്ട് ലെങ്തും അല്ലെ രണ്ട് സൈഡിന്റെയും ലെങ്ത് എന്തായിരിക്കും? വിഡ്ത്തിന്റെയും അല്ലെ ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ലെങ്ത് എന്തായിരിക്കും? മെഷർമെന്റ് സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം. ഒന്ന് മറ്റേതിന്റെ എത്ര മാത്രമാണ് അല്ലെ രണ്ടാമത്തേത് ഒന്നാമത്തേന്റെ എത്ര മാത്രമാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അല്ലെ അത് തമ്മിലുള്ള രണ്ട് ക്വാണ്ടിറ്റികളെ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കമ്പാരിസൺ നടത്തണേ. ഒരു റെക്റ്റാങ്കിളിലാണെങ്കിൽ എന്താണ് ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് അളക്കാൻ പറ്റുന്ന രണ്ട് ക്വാണ്ടിറ്റീസ്. ആ രണ്ട് ക്വാണ്ടിറ്റീസിന് ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിന് എത്ര മാത്രമാണ് അല്ലെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്തിന് എത്ര മാത്രമാണ്. ആ രണ്ടും തമ്മിലുള്ള മെഷർമെന്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഒന്നിന്റെ ഇത്ര ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? അത് തമ്മിലെ കമ്പാരിസൺ നടത്താൻ ഉപയോഗിക്കുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. There are two ropes. The shorter 1/3 meter long and the longer 1/2 meter long. What is the ratio of their length? നോക്കുക, രണ്ട് റോപ്പ് ഉണ്ട്. അതിൽ ചെറിയ റോപ്പിന്റെ ലെങ്ത് 1/3 മീറ്ററും വലിയ റോപ്പിന്റെ ലെങ്ത് 1/2 മീറ്ററും ആണെങ്കിൽ ആ രണ്ട് റോപ്പിന്റെ ലെങ്തുകൾ തമ്മിൽ കമ്പാരിസൺ നടത്താം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലെ ആ രണ്ട് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ, രണ്ട് ക്വാണ്ടിറ്റികളെ തമ്മിൽ കമ്പാരിസൺ നടത്താൻ ഉപയോഗിക്കുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ഷോർട്ടർ ലെങ്തിന്റെ ലെങ്ത് എത്രയായിരുന്നു? 1/3 മീറ്റർ. ലോങ്ങറിന്റെയോ 1/2 മീറ്റർ. നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഷോർട്ടറിന്റെയും ലോങ്ങറും തമ്മിലുള്ള റേഷ്യോ. ഞാൻ ഇതിനെ ഷോർട്ടറിന് എസ് എന്നും ലോങ്ങറിനെ എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷോർട്ടറിനെ ഞാൻ എസ് എന്നും ലോങ്ങറിനെ എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യം അതുപോലെ 1/3 1/2. ഓക്കെ, നോക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? റേഷ്യോയ്ക്കകത്തൊരു ഫ്രാക്ഷൻ വന്നു. രണ്ട് സ്ഥലത്തും ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് റേഷ്യോ യൂസ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നോക്കുക, ഇവിടെ ഫ്രാക്ഷൻസ് പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്ററുകൾ നമ്മൾ നോക്കുക. രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററുകൾ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് എങ്കിൽ എന്ത് ചെയ്യുക? ആ രണ്ടിരിക്കുന്ന രണ്ട് നമ്പറിന്റെയും ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന നമ്പർ കൊണ്ട് രണ്ട് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എക്സാമ്പിൾ, ഷോർട്ടർ ഈസ് ടു ലെങ്ത് ഈസ് ലാർജർ ഈസ് ഈക്വൽ ടു 1/2 ഈസ് ടു 3/2 എന്ന് തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ രണ്ട് ഡിനോമിനേറ്ററിന്റെയും രണ്ട് നമ്പറിന്റെയും ഡിനോമിനേറ്റർ ആയി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നത്? 1:3 ആയിട്ട് മാറും. ഇനി ഷോർട്ടർ ഈസ് ടു ലാർജർ ഈസ് ഈക്വൽ ടു 1/2 ഈസ് ടു 1 ആണെന്ന് വെച്ചു. ഒരു സ്ഥലത്ത് ഫ്രാക്ഷൻ ഉണ്ട്, മറ്റേ സ്ഥലത്ത് ഫ്രാക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ഫ്രാക്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഡിനോമിനേറ്ററിന്റെ കൊണ്ട് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? റേഷ്യോ 1:2. ഇനി അതായത് സെയിം ഡിനോമിനേറ്റർ വന്നു, ഒരു സ്ഥലത്ത് മാത്രം ഡിനോമിനേറ്റർ വന്നു, ഇനി വ്യത്യസ്ത ഡിനോമിനേറ്റർ വന്നു. അപ്പൊ ഇപ്പോഴത്തെ കേസ് നോക്കുക. ഈ കേസ് നോക്കുക, ഇവിടെ എന്താണ്? രണ്ടും വ്യത്യസ്ത ഡിനോമിനേറ്റേഴ്സുകളാണ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് രണ്ട് നമ്പറിനെയും നമ്മൾ അല്ലാണ്ട് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അല്ല, ഇവിടെ വന്നു 1/2 3/4 വരുന്ന നെക്സ്റ്റ് ഒരു കേസ് നോക്കുക. 1/2 ഈസ് ടു 1/4 ആണെന്ന് കരുതുക. ഇവിടെ നോക്കുക, ഇവിടെ 1/2 ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ എന്താണ്? 2ഉം 4 ആണ്. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് നമ്പറിന്റെയും ഡിനോമിനേറ്റർ ഒന്നിന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ലാർജർ ഡിനോമിനേറ്റർ ഏതാണ്? അതുകൊണ്ട് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 1/2 is 2, 4 into 1/4. അപ്പോൾ എന്ത് ആൻസർ? 2:1. Shorter is to larger is equal to 2:1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് നമ്പറിന്റെയും ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റ് കൊണ്ട് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ എന്താ കിട്ടുന്നത്? 6 into 1/3 is to 6 into 1/2 which is equal to എന്ത് വരും? 2:3. നോക്കുക, ഷോർട്ടർ ഈസ് ടു ലാർജർ ഈസ് ഈക്വൽ ടു 2:3. നമ്മൾ എന്താണ് ചെയ്തത്? രണ്ട് ഫ്രാക്ഷൻ ആയപ്പോൾ രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന നമ്പർ കൊണ്ട് രണ്ട് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ എന്ത് കിട്ടി? 2:3. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക. To fill a can, we need only half the water in a bottle. To fill a larger can, we need 3/4 of the bottle. What is the ratio of the volume of the smaller can to the larger can? നോക്കുക, അതായത് നമുക്ക്
ഒരു ബോട്ടിലെ പകുതി വെള്ളം കൊണ്ട് ഒരു ക്യാൻ നിറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിലും വലിയൊരു ക്യാൻ അതേ ബോട്ടിൽ തന്നെ 3/4 പോർഷൻ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ക്യാനുകൾ തമ്മിലുള്ള റേഷ്യോ, ക്യാനിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. നോക്കുക, ഒന്നാമത്തെ സ്മോളർ ക്യാൻ്റെ എന്താണ്? ഹാഫ് ഓഫ് ബോട്ടിലിന്റെ പകുതി കൊള്ളും. ഇനി ലാർജർ ക്യാൻ്റെ അതോ 3/4 ഓഫ് ബോട്ടിൽ ആണല്ലോ. ഒരു ബോട്ടിലെ ഹാഫ് കൊണ്ട് സ്മോളർ ക്യാൻ നിറയും, 3/4 പോർഷൻ കൊണ്ട് ലാർജർ ക്യാൻ നിറയും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? അതായത് ആ ബോട്ടിലുള്ള വെള്ളത്തിന്റെ പകുതിയാണ് സ്മോളർ ക്യാനിൽ കൊടുക്കുന്നത്, ബോട്ടിലുള്ള വെള്ളത്തിന്റെ 3/4 പോർഷൻ ആണ് ലാർജർ ക്യാനിൽ കൊടുക്കുന്നത്. നമുക്ക് എന്ത് ഡയറക്റ്റ് കൊടുക്കാം? സ്മോളർ ഈസ് ടു ലാർജർ ഈസ് ഈക്വൽ ടു, രണ്ടിലും കോമൺ ആയിട്ട് എന്താ? ബോട്ടിലിന്റെ വെള്ളത്തിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഹാഫ് ഈസ് ടു 3/4 കൊടുക്കാം. രണ്ടിലും കോമൺ ആയിട്ട് ഒരു ബോട്ടിലിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ പകുതി, ഒരു ബോട്ടിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ 3/4 ഭാഗം. അപ്പൊ നമുക്ക് സെയിം ആയിട്ട് വരുന്ന ബോട്ടിൽ അങ്ങ് മാറ്റി. അപ്പൊ എന്താണ്? 1/2 ഈസ് ടു 3/4. ഇവിടെ നമ്മൾ സെയിം ബോട്ടിലിന്റെ തന്നെ പകുതി വെള്ളവും സെയിം ബോട്ടിൽ അതേ ബോട്ടിലിന്റെ തന്നെ 3/4 ഭാഗമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ബോട്ടിലിന്റെ ആ ക്വാണ്ടിറ്റി അങ്ങ് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് മാറ്റിയത്. അപ്പൊ എന്താണ്? ഷോർട്ടർ ഈസ് ടു ലാർജർ ഈസ് ഈക്വൽ ടു ഹാഫ് ഈസ് ടു 3/4 ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? രണ്ട് നമ്പർ നോക്കുക. ഇവിടെ ഒന്നാമത്തെ നമ്പറിന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡിനോമിനേറ്റർ ഇതിന്റെ ഡബിൾ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? രണ്ട് നമ്പറിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? റേഷ്യോയ്ക്കകത്ത് രണ്ടും ഫ്രാക്ഷൻ ആണ് വന്നത്. ഇനി രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ നമ്മൾ നോക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ ഡിനോമിനേറ്റർ മറ്റേ ഡിനോമിനേറ്ററിന്റെ ഡബിൾ ആണ്. അങ്ങനെ എന്ത് ചെയ്യുക? അതിൽ ആ വലിയ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 4 × 1/2 ഈസ് ടു 4 × 3/4. ഇനി നോക്കാം, 4 കൊണ്ട് 4/2 എന്ന് വരും, 2 വരും. ഇവിടെ 4 ക്യാൻസൽ ആവും, എന്ത് വരും? 3 വരും. അപ്പൊ എന്ത് വരും? ഷോർട്ടർ ക്യാൻ ഈസ് ടു ലാർജർ ക്യാൻ ഈസ് ഈക്വൽ ടു 2:3. നിങ്ങൾ ഷോർട്ടർ ക്യാനും ഈസ് ടു ലാർജർ ക്യാൻ തന്നെ എഴുതാം. എസ് ഈസ് ടു എൽ എന്ന് എഴുതരുത്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയാണ് എസ് ഈസ് ടു എൽ എന്നത്. ഷോർട്ടർ ക്യാൻ ഈസ് ടു ലാർജർ ക്യാൻ ഈസ് ഈക്വൽ ടു 2:3. ഓക്കെ, അപ്പൊ എന്ത് വരും ആൻസർ? നമ്മൾ എന്താണ് ചെയ്തത് നോക്കുക. തന്നിരിക്കുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ടർ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് തന്നിരിക്കുന്ന ബോട്ടിലെ വെള്ളത്തിന്റെ ഹാഫ്, ലാർജർ ക്യാൻ എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് ബോട്ടിലെ വെള്ളത്തിന്റെ 3/4 പോർഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ടർ ഈസ് ടു ലാർജർ ഈസ് ഈക്വൽ ടു, രണ്ടും ഒരേ ബോട്ടിലെ തന്നെ വെള്ളത്തിന്റെ പകുതി കൊണ്ടാണ് നമ്മൾ ആ ബോട്ടിലിന്റെ അളവ് മാറ്റിയത്. അപ്പൊ 1/2 ഈസ് ടു 3/4. ഇനി എന്ത് ചെയ്തു? രണ്ട് നമ്പറും ഫ്രാക്ഷൻ ആണ്, ഫ്രാക്ഷൻ തമ്മിൽ നോക്കുക. അപ്പൊ ഒന്നാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ നോക്കി. ഇപ്പൊ 2 ഡബിൾ ആണ് 4. അങ്ങനെയാണ് എന്ത് ചെയ്തത്? രണ്ട് നമ്പറിനെ നമ്മൾ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 4 × 1/2 ഈസ് ടു 4 × 3/4 which is equal to 2:3. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക. Raju has 200 rupees with him and Rahim has 300. What is the ratio of the money Raju and Rahim have? രാജുവിന്റെ കയ്യിൽ 200 രൂപയുണ്ട്, റഹീമിന്റെ കയ്യിൽ 300 രൂപയുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ കയ്യിലുള്ള രൂപയുടെ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഏറ്റവും ഷോർട്ടസ്റ്റ് സ്റ്റെപ്പ് എഴുതിയാൽ രാജുവിന്റെ കയ്യിലുള്ള മണി ഈസ് ടു റഹീമിന്റെ കയ്യിലുള്ള മണി. രാജു ഈസ് ടു റഹീം ഈസ് ഈക്വൽ ടു രണ്ടുപേരുടെ മണി അതുപോലെ 200 ഈസ് ടു 300. നോക്കാം, ഇനി എന്ത് ചെയ്യാം? രണ്ട് നമ്പറിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതാ? രണ്ട് നമ്പറിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ? അപ്പൊ എന്ത് കിട്ടും? 2:3. നമ്മൾ സാധാരണ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 200 ഈസ് ടു 150 ആവും, അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50 ഈസ് ടു 75 ആവും, അഗൈൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 ഈസ് ടു 15 ആവും, അഗൈൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2:3 ആവും. അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പില് 100 കൊണ്ട് 200 300 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2:3. ഇതാണ് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഫോം. ഇപ്പൊ രാജുവിന്റെയിലുള്ള റഹീമിന്റെയിലുള്ള മണിയുടെ റേഷ്യോ എന്താണ്? 2:3. അങ്ങനെയെങ്കിൽ രാജുവിന്റെ കയ്യിൽ 250 റുപ്പീസ് റഹീമിന്റെ കയ്യിൽ 350 റുപ്പീസ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. രാജുവിന്റെ കയ്യില് 200 വരും 250, റഹീമിന്റെ കയ്യിൽ 350 ആയിരുന്നെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയുള്ള എമൗണ്ടുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും നോക്കുക. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ചെറുതാക്കി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്പറിനെ. അപ്പൊ എന്ത് കിട്ടും? 25:35. എഗെയിൻ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5:35.
7 ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം രാജുവിന്റെ 250 റുപ്പീസും റഹീമിന്റെ 350 റുപ്പീസും ഉള്ളപ്പോൾ അവരുടെ കയ്യിലുള്ള മണീസിന്റെ റേഷ്യോ എന്താണ്? 5:7. ഇനി രാജുവിന്റെ കയ്യിൽ 225 റുപ്പീസും റഹീമിന്റെ കയ്യിൽ 325 റുപ്പീസും ഉണ്ടെങ്കിൽ അവരുടെ മണീസിന്റെ റേഷ്യോ എന്താണെന്ന് നോക്കാം. നോക്കുക, ഇവിടെ നമ്മൾ നോക്കുക, രണ്ട് നമ്പറിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അധികം നോക്കുക. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 20, 40, 45. രണ്ടാമത്തെ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 65. ഓക്കെ, അഗൈൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 9:13. ഇതിന്റെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? രാജുവിന്റെ 225 റുപ്പീസും റഹീമിന്റെ 325 റുപ്പീസും ഉള്ളപ്പോൾ അവരുടെ മണീസിന്റെ റേഷ്യോ എന്തായിരിക്കും? 9:13. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആൻസർ എഴുതുമ്പോഴൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എന്ത് കൊടുക്കുക? Raju has 200 rupees with him and Rahim has 300. What is the ratio of the money Raju and Rahim have? അതിനുശേഷം ഈ ആൻസർ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എഴുതണം. Let's change the problem slightly and suppose Raju has 250 rupees and Rahim 350 rupees. അങ്ങനെ എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ എഴുതുക. then അടുത്ത ക്വസ്റ്റൻ എഴുതുക. What is the amount of 225 and 325? അതിന് അങ്ങനെ എഴുതിയതിനു ശേഷം ഈ കാര്യം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിവിടെ എല്ലാം ചെയ്തത് എന്താ? രണ്ടുപേരുടെയിലുള്ള മണി ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതി എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലീസ്റ്റ് കൗണ്ടിങ് നമ്പർ ആക്കി മാറ്റി. എല്ലാ കേസത്തിലും അതുപോലെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 200 300 അമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മനസ്സിലാക്കാം പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് നമ്മൾ 2:3 എഴുതി. അടുത്ത കണക്കിലോ 250:350 നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 25:335 ഡയറക്റ്റ് ആയിട്ട് അറിയാം. അതിനെ എന്ത് ചെയ്തു? വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ലാസ്റ്റ് കേസിലോ ഒരു രണ്ട് നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാം. കാരണം എൻഡ് ചെയ്യുന്നത് 5. അപ്പോൾ യൂണിറ്റ് പ്ലേസ് 5 വന്നാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടി. ആൻസർ അഗൈൻ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? 9:30. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് ക്വാണ്ടിറ്റീസിലെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തു. രണ്ട് നമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി കോമൺ പാർട്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലീസ്റ്റ് കോമൺ കൗണ്ടിങ് നമ്പേഴ്സ് ആക്കി മാറ്റി റേഷ്യോ ഇടുക. ഓക്കെ, അപ്പോൾ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? രണ്ട് നമ്പറിനെയും ലീസ്റ്റ് കൗണ്ടിങ് നമ്പർ ആക്കി മാറ്റിയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a class there are 25 girls and 20 boys. What is the ratio of the number of girls and the number of boys? ഒരു ക്ലാസ്സിൽ 25 ഗേൾസും 20 ബോയ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഓക്കെ, ഗേൾസ് ഈസ് ടു ബോയ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒരു ക്ലാസ്സിലെ ഗേൾസിന്റെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ രണ്ടിന്റെയും കറക്റ്റ് ആയിട്ടുള്ള എണ്ണം എഴുതി വെച്ചു. ഗേൾസിന്റെ എണ്ണം 25 which is to ഗേൾസ് ബോയ്സിന്റെ എണ്ണം 20. നോക്കാം, രണ്ട് നമ്പറിനെ കോമൺ ആയിട്ട് ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 5:4. അതായത് ഗേൾസ് ഈസ് ടു ബോയ്സ് ഈസ് ഈക്വൽ ടു 5:4. ഇതാണ് ഇവിടുത്തെ റേഷ്യോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഗേൾസിന്റെ ബോയ്സിന്റെ എണ്ണം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി. നോക്കുക, ഗേൾസ് ഈസ് ടു ബോയ്സ് എഴുതിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗേൾസിന്റെ എണ്ണം തന്നെ വേണം ഇവിടെ എഴുതി വെക്കാൻ. ദെൻ രണ്ടാമത് ബോയ്സിന്റെ എണ്ണം എഴുതി വെക്കാൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ റേഷ്യോ മാറും. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ഗേൾസ് ഈസ് ടു ബോയ്സ് എഴുതിയാൽ ഫസ്റ്റ് ഗേൾസിന്റെ ടോട്ടലും സെക്കൻഡ് ബോയ്സിന്റെ ടോട്ടലും തന്നെ എഴുതണം. ദെൻ എന്ത് ചെയ്തു? അതിനെ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി. ദെൻ അതിനെ ഞാൻ ചെറുതാക്കി കാണിക്കുന്നു. ജി ഈസ് ടു ഗേൾസിനെ ജി എന്നും ബോയ്സിനെ ബി എന്ന് എഴുതി. ജി ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 5:4. നെക്സ്റ്റ് വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കുക. ഓഫ് 2 പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് ഓഫ് ലെങ്ത് 6 centimeters and the longer 9 centimeters. What is the ratio of the lengths of the shorter and the longer pencil? രണ്ട് പെൻസിലുണ്ട്. ആ രണ്ട് പെൻസിലും ഷോർട്ടർ പെൻസിലിന്റെ ലെങ്ത് 6 സെന്റിമീറ്ററും ലോങ്ങർ പെൻസിലിന്റെ ലെങ്ത് 9 സെന്റിമീറ്ററും ആണെങ്കിൽ ആ രണ്ട് പെൻസിലിന്റെയും ഷോർട്ടർ പെൻസിലും ലോങ്ങർ പെൻസിലും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ലെങ്ത് ഓഫ് ഷോർട്ടർ പെൻസിൽ എന്താണ്? 6 സെന്റിമീറ്റർ. ലോങ്ങർ പെൻസിലിന്റെയോ 9 സെന്റിമീറ്റർ. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ലോങ്ങർ പെൻസിൽ ഷോർട്ടർ പെൻസിലും ലോങ്ങർ പെൻസിലും തമ്മിലുള്ള റേഷ്യോ ഷോർട്ടർ ഈസ് ടു, ഇവിടെ ഞാൻ ഷോർട്ടർ എന്ന് കൊടുത്തു ലെങ്ത് ഓഫ് ഷോർട്ടർ പെൻസിൽ, ലെങ്ത് ഓഫ് ലോങ്ങർ പെൻസിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഷോർട്ടർ ഈസ് ടു ലോങ്ങർ ഈസ് ഈക്വൽ ടു 6:9 എഴുതി ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ എന്ത് കൊടുക്കാം? നമുക്ക് അതിന് രണ്ടിനെയും കോമൺ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് റേഷ്യോ 2:3. അതായത് ഷോർട്ടർ പെൻസിൽ ഈസ് ടു ലോങ്ങർ പെൻസിൽ ഈസ് ഈക്വൽ ടു 2:3. രണ്ട് പെൻസിലിനെയും തമ്മിലുള്ള റേഷ്യോ
അതായത് ഷോർട്ടർ ഈസ് ടു ലോങ്ങർ ഈസ് ഈക്വൽ ടു 2:3. ഇനി തിരിച്ച് ലോങ്ങർ ഈസ് ടു ഷോർട്ടർ എന്ന് പറഞ്ഞാലോ എന്ത് വരും? അവിടെ നോക്കാം. L ഈസ് ടു S എന്നാന്ന് വെച്ചോ. അപ്പോൾ എന്ത് വരും? 9:6 എന്ന് എഴുതണം. 300 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3:2 എന്ന് കിട്ടും. മനസ്സിലായോ? ലോങ്ങർ ഈസ് ടു ഷോർട്ടർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? 3:2 ആവും. ഷോർട്ടർ ഈസ് ടു ലോങ്ങർ എന്ന് പറയുമ്പോൾ എന്താവും? 2:3 ആവും. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ ഏതാ ചോദിച്ചേ? ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടർ ആൻഡ് ദ ലോങ്ങർ പെൻസിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു രീതി കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഷോർട്ടർ ഈസ് ടു ലോങ്ങർ ഈസ് ഈക്വൽ ടു 2:3 എന്നോ അല്ലെങ്കിൽ ലോങ്ങർ ഈസ് ടു ഷോർട്ടർ ഈസ് ഈക്വൽ ടു 3:2 എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ. Next one. In a school, there are 120 boys and 140 girls. What is the ratio of the number of boys to the number of girls? ഒരു സ്കൂളിൽ 120 ബോയ്സും 140 ഗേൾസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ കണ്ടെത്തുക. ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ കണ്ടെത്തുക. അപ്പോൾ എന്ത് എടുക്കുക? ബോയ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 120, നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു 140. എന്ത് ചെയ്യുക? ബോയ്സിന്റെയും ഗേൾസിന്റെയും തമ്മിലുള്ള റേഷ്യോസ് എഴുതുക. ബോയ്സ് ഈസ് ടു ഗേൾസ് നമ്പേഴ്സ് ആണ് വേണ്ടത്. എന്ത് വരും? 120 ഈസ് ടു 140. നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 12 ഈസ് ടു 14. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 6 ഈസ് ടു 7. അപ്പോൾ എന്ത് കിട്ടി? ബോയ്സും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ എന്തായിട്ട് മാറി? 6 ഈസ് ടു 7. നെക്സ്റ്റ് വൺ. 96 women and 144 men attended a meeting. Calculate the ratio of the number of women to the number of men. ഒരു മീറ്റിംഗിൽ 96 വുമൻസും വുമൺ ആൻഡ് 144 മെൻസ് പങ്കെടുത്തു. അങ്ങനെയെങ്കിൽ വുമന്റെ എണ്ണത്തിന്റെയും മെന്നിന്റെ എണ്ണത്തിന്റെയും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. അപ്പോൾ എന്ത് കൊടുക്കുക? നമ്പർ ഓഫ് വുമൺ അറ്റൻഡിങ് ദ മീറ്റിംഗ്. നമ്പർ ഓഫ് വുമൺ അറ്റൻഡിങ് ദ മീറ്റിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തു 96. നമ്പർ ഓഫ് മെൻ അറ്റൻഡ് ദ മീറ്റിംഗ് സെക്കൻഡ് സ്റ്റെപ്പ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വുമന്റെയും മെന്നിന്റെയും തമ്മിലുള്ള റേഷ്യോ എഴുതി. വുമൺ ഈസ് ടു മെൻ ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? 96 ഈസ് ടു 144. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് രണ്ട് നമ്പർ ഈവൻ നമ്പറാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 48 ഈസ് ടു 72. അഗൈൻ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 ഈസ് ടു 36. ഒന്നുകൂടി കൊണ്ട് എഴുതുവാണ്. വുമൺ ഈസ് ടു മെൻ ഈസ് ഈക്വൽ ടു 96 ഈസ് ടു 144. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 48 ഈസ് ടു 72. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 24 ഈസ് ടു 36. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 ഈസ് ടു 18. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ഈസ് ടു 9. അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഈസ് ടു 3. നോക്കുക. വുമണും മെന്നും തമ്മിൽ എഴുതണമെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്താണ്? ഷോർട്ടസ്റ്റ് കൗണ്ടിങ് നമ്പർ കിട്ടുന്നത്, ലീസ്റ്റ് കൗണ്ടിങ് നമ്പർ കിട്ടുന്നിടം വരെ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതി വെക്കുക. വുമൺ ഈസ് ടു മെൻ ഈസ് ഈക്വൽ ടു 2 ഈസ് ടു 3. ഇങ്ങനെ ആൻസർ എടുത്ത് എഴുതി വെക്കുക. വുമണും മെന്നും തമ്മിലുള്ള റേഷ്യോ 2 ഈസ് ടു 3 ആണ്. നോക്കുക. ഫസ്റ്റ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയി. ലാസ്റ്റ് 6 നേരം വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 ഈസ് ടു 3. ഓക്കെ. നെക്സ്റ്റ് രണ്ട് കണക്ക് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് നോക്കുക. When the sides of the rectangles were measured using a string, the width was 1/4 of the string and the length was 1/3 of the string. What is the ratio of the width to the length? ഒരു റെക്ടാങ്കിളിന്റെ സൈഡ്സ് മെഷർ ചെയ്തപ്പോൾ ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് മെഷർ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളെടുത്ത ആ സ്ട്രിങ്ങിന്റെ 1/4 പോർഷനും ലെങ്ത് എന്ന് പറയുന്നത് 1/3 പോർഷനുമാണ്. അങ്ങനെയെങ്കിൽ ആ വിഡ്ത്തും ലെങ്ത്, ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും ലെങ്ത് നമ്മൾ റേഷ്യോ കണ്ടെത്തുക. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് കൊടുക്കുക? width of the rectangle is equal to 1/4 of the string. Second step, length of the rectangle is equal to 1/3 of the string. എന്നിട്ട് എന്ത് കൊടുക്കുക? width is to length is equal to, രണ്ട് കേസിലും ഒരേ സ്ട്രിങ്ങിന് തന്നെ ആയതുകൊണ്ട് നമ്മൾ 1/3 is to width is to length is equal to 1/4 is to 1/3 എന്ന് കിട്ടും. ദെൻ നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത പോലെ ചെയ്ത് ആൻസർ കണ്ടെത്തുക. അടുത്ത പ്രോബ്ലം. To fill a larger bottle, 3.5 glasses of water are needed, and to fill a smaller bottle, 2.25 of glasses are needed. What is the ratio of the volumes of the larger and small bottles? അതായത് ഒരു ലാർജർ ബോട്ടിൽ നിറയ്ക്കാൻ 3.5 ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു. ഒരു സ്മോളർ ബോട്ടിൽ നിറയ്ക്കാൻ 2.25 ഗ്ലാസ് വെള്ളമേ വേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ആ രണ്ട് സ്മോളറും ലാർജറും, ആ രണ്ട് ബോട്ടിൽസ് തമ്മിലുള്ള
ലാർജർ ബോട്ടിലും സ്മോളർ ബോട്ടിൽസിൻ്റെയും കൊള്ളുന്ന വെള്ളത്തിൻ്റെ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ലാർജർ ബോട്ടിൽ ഈസ് ഈക്വൽ ടു 3.5 ഗ്ലാസ് ഓഫ് വാട്ടർ. സെക്കൻഡ്, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സ്മോളർ ബോട്ടിൽ ഈസ് ഈക്വൽ ടു 2.25 ഗ്ലാസ് ഓഫ് വാട്ടർ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ത് കൊടുക്കുക, ലാർജർ ബോട്ടിൽ ഈസ് ടു സ്മോളർ ബോട്ടിൽ ഈസ് ഈക്വൽ ടു 3.5 ഈസ് ടു 2.25 എന്ന് കൊടുക്കാം. കാരണം രണ്ടും ഒരേ സെയിം ഗ്ലാസ് കൊണ്ടാണ് നിറയ്ക്കുന്നത്. 3.5 ഈസ് ടു 2.25 വരും. അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ട് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ, ആ മാറ്റങ്ങൾ വരുത്തി ആൻസർ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. തന്നിരിക്കുന്ന ഇന്ന് പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും നോട്ട്ബുക്കിൽ എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.